നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേർക്ക് നിന്ന് സംസാരിക്കാൻ പോലും നിലവിൽ പാർട്ടിയിൽ ആർക്കും തന്നെ ധൈര്യമില്ല എന്ന് പറയുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് കയറി പൊട്ടിക്കാനുള്ള ധൈര്യം NCP നേതാവ് PC ചാക്കോ കാട്ടിയിരിക്കുന്നത്. ഈ ഒരു നീക്കം CPMന് തന്നെ ഇരട്ടി പ്രഹരമായി മാറിയിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ ഇരട്ടച്ചങ്ങൻ ഉൾപ്പെടെ ഇടപെട്ട് പുകഞ്ഞകൊള്ളി പുറത്തെന്ന് പറയുന്നത് പോലെ പുറത്താക്കാനുള്ള നടപടി സ്വീകരിക്കാനുള്ള തത്രപ്പാടാണ് പിറകെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് പോലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാര്യം. ഘടകകക്ഷികളെ അങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യം, അത് വലിയ തലവേദന തന്നെയായിരുന്നു. ഇതിനു മുൻപ് ഇതിനെല്ലാവിധ ചുക്കാൻ പിടിച്ചിരുന്നതും സമന്വയിപ്പിച്ച് പിടലപ്പിണക്കങ്ങളെയും പൊട്ടിത്തെറികളെയും ഒക്കെ തന്നെ ഒന്നിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. എന്നാൽ കോടിയേരിയുടെ വിയോഗം ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത് മറ്റാർക്കുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയായിരുന്നു. അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ഇപ്പോഴത്തെ ഈ സംഭവം. NCPയിൽ മന്ത്രിമാറ്റം നടക്കുന്നില്ല എന്നതിനെ ചൊല്ലിയാണ് അതൃപ്തി പുകയുന്നത്. ഈ അതൃപ്തി പരസ്യമായി തന്നെ അങ്ങനെ പ്രകടിപ്പിക്കാൻ PC ചാക്കോ അടക്കമുള്ള നേതാക്കൾ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഒരു ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. PC ചാക്കോ നടത്തിയ ഈ സംഭാഷണ ശകലങ്ങൾ പുറത്തു വന്നപ്പോൾ വലിയ നടുക്കത്തിൽ തന്നെയാണ് CPM. എന്തായിരുന്നാലും കടുത്ത നടപടി സ്വീകരിക്കുക മറ്റു പോംവഴി ഒന്നും തന്നെ ഇല്ല എന്നാണ് LDF നേതൃത്വവും കണക്ക് കൂട്ടുന്നത്. PC ചാക്കോയുടെ വർത്തമാനത്തിൽ പുതിയ പാർട്ടി ഉണ്ടാക്കി മുന്നണി വിടുമെന്ന പ്രതികരണമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഒരു മാധ്യമമാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ NCP ശരത് പവാർ വിഭാഗത്തെ ഇടതുമുന്നണിയിൽ നിന്നും പുറത്താക്കാനുള്ള ആലോചനയായിരിക്കും CPM ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായിരുന്നാലും അത് സജീവമാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തങ്ങളെ വിട്ടുപോകുന്നതിലും നല്ലതാണ് തങ്ങൾ പുറത്താക്കുന്നത് എന്നുള്ള നയം. മന്ത്രി AK ശശീന്ദ്രനെ എന്തായിരുന്നാലും കൈവിടാൻ പോകുന്നില്ല. അതിനുള്ള ഉദാഹരണങ്ങൾ പണ്ടുകാലം മുതൽ ഇന്ന് വരെയും വ്യക്തമായ സൂചനയായി CPM നൽകിയിട്ടുണ്ട്. പിണറായി വിജയൻ അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കുട്ടനാട് MLA ആയിട്ടുള്ള തോമസ് K തോമസിനെയും PC ചാക്കോയെയും ഇടതുമുന്നണിയിൽ നിന്നും എങ്ങനെയും പടിയടച്ച് പിണ്ടം വയ്ക്കാനുള്ള നീക്കമാണ് CPM തേടിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള സാധ്യതകൾ എന്തൊക്കെ എന്നുള്ളതാണ് ആരായുന്നത്. ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ NCP പിളർന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഔദ്യോഗിക പക്ഷം CPMനെ സംബന്ധിച്ച് ഒരു കാരണവശാലും കൂടെ ചേർക്കാൻ പറ്റുന്നതല്ല. കാരണം അത് BJP നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്, അനുഭാവം പുലർത്തുന്നതാണ്. ശരത് പവാറിൻ്റെയും അജിത് പവാറിൻ്റെയും വിഭാഗങ്ങളാണ് രണ്ടായി പിളർന്നത്. കേരളത്തിലെ NCP ശരത് പവാറിനൊപ്പമാണെന്നാണ് പറയുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പിലും മറ്റുമൊക്കെ കേരള NCP ഉപയോഗിക്കുന്ന ചിഹ്നം, പാർട്ടി ഔദ്യോഗിക ചിഹ്നവും പേരും ഒക്കെ അജിത് പവാറിന് അവകാശപ്പെട്ടതാണ്, ശരത് പവാറിൻ്റേതല്ല. അപ്പോൾ കേരളത്തിൽ നിൽക്കുന്ന NCP സഖ്യം അത് BJPയുടേതാണെന്ന രീതിയിൽ നേരത്തെ CPM നേതാക്കൾ തന്നെ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പല ഒളിയമ്പുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷമടക്കം അത് ഫലിത രൂപേണ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫലത്തിൽ ഇപ്പോഴത്തെ ഔദ്യോഗിക വിഭാഗം, ഔദ്യോഗിക പക്ഷം ശരത് പവാറിൻ്റെ വിഭാഗം അത് BJPക്കൊപ്പമാണ്. കേരളത്തിലെ 2 MLAമാരും അജിത് പവാറിനെ തള്ളി ഇടതിനൊപ്പം തന്നെ നിലയുറപ്പിച്ചു. പക്ഷേ ചിഹ്നം ഇതുവരെയും വിട്ട് കളഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രധാന നേതാവ് കൂടിയാണ് PC ചാക്കോ. ഇപ്പോൾ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ ഇതിനെ വലിയ അവസരമായി ഒരു പക്ഷേ കേരള BJP നോക്കി കാണുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്നിരുന്നാലും അതിനുള്ള സാധ്യത തുലോം തുച്ഛമാണ്, വളരെയധികം വിരളമാണ്. പക്ഷേ അത് പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ചും കോൺഗ്രസ്സിന് വലിയ മുതൽക്കൂട്ടായി മാറുമെന്നും കരുതുന്നുണ്ട്. അപ്പോഴാണ് മന്ത്രി AK ശശീന്ദ്രനെ മാറ്റി തോമസ് K തോമസിനെ മന്ത്രിയാക്കണമെന്നുള്ള താല്പര്യം PC ചാക്കോ പങ്കുവച്ചത്. പക്ഷേ ആ നീക്കത്തെ മുളയിലേ നുള്ളുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഈ എതിർപ്പിൻ്റെ അവജ്ഞയാണ് ഇപ്പോൾ PC ചാക്കോ പങ്കുവച്ചിരിക്കുന്നത്. ചാക്കോയുടെ വിമർശനത്തിനും മൂലകാരണം ഇതുതന്നെ. കുറിക്ക് കൊള്ളുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിച്ചാൽ വലിയ പബ്ലിസിറ്റി കിട്ടിയേനെ. അതിനപ്പുറത്തേക്ക് പറയുമായിരുന്നെങ്കിലും താനൊന്നും പറഞ്ഞില്ല എന്നാണ് PC ചാക്കോ പറയുന്നത്. ജനുവരി 27-ാം തീയതി തിരുവനന്തപുരത്ത് ചേർന്ന NCP യോഗം അലങ്കോലമായി മാറി. ഈ യോഗത്തിലായിരുന്നു മന്ത്രിമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ച നടന്നതും മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള അതൃപ്തി PC ചാക്കോ പരസ്യമായി തന്നെ പങ്കുവച്ചത്. മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ ഒരു ചേഞ്ച് വേണമോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ നിർബന്ധം പിടിക്കില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ താക്കീത്. ശരത് പവാറിന്റെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനമാണെന്ന് മറുപടിയും പറഞ്ഞു. പാർട്ടിയുടെ തീരുമാനമാണെന്നും അങ്ങത് നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിനപ്പുറത്തേക്ക് പറയാനായി തയ്യാറായില്ല. പലതും പറയാമായിരുന്നു, അതിനുള്ള സാധ്യതകളുണ്ടായിരുന്നു. ജനാധിപത്യ കീഴ്വഴക്കങ്ങൾ എന്താണ്, ഘടകകക്ഷികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്ക് പറയാനറിയാം. അതൊന്നും മുഖ്യമന്ത്രി ചെയ്യാത്തത് കൊണ്ടാണ് PC ചാക്കോ അത് പറയാൻ തയ്യാറാകേണ്ടി വന്നത്, നിർബന്ധിതനായത് എന്നുകൂടി ഇതിലൂടെ വ്യാഖ്യാനിക്കാവുന്നതാണ്. പത്രസമ്മേളനത്തിലും LDF യോഗത്തിലുമൊക്കെ ഇത് പറയാം, നല്ല പബ്ലിസിറ്റി കിട്ടും.
മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിക്കാം, അല്ലെങ്കിൽ കൊള്ളുന്നത് പോലെ അമ്പുകൾ എയ്ത് വിടാം എന്നാണ് ഈ ഓഡിയോയിലൂടെ പറയുന്നത്. ഇങ്ങനെ ശക്തമായ അമർഷം പുകയുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ് ഈ സംഭാഷണത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. NCPയിൽ തന്നെ ഒരു ഗ്രൂപ്പിസമുണ്ട്, വിഭാഗീയതയുണ്ട് എന്നുള്ള സൂചനയും ഈ ഓഡിയോ ക്ലിപ്പിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഓഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ CPM എന്തായിരുന്നാലും കടുത്ത നടപടി സ്വീകരിച്ച് NCPയിലെ ഒരു വിഭാഗം നേതാക്കളെ ഔദ്യോഗിക പക്ഷത്തെ തന്നെ പുറത്താക്കുമെന്നാണ് ഇതിലൂടെ കരുതേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ടൈംസ്.